ഹലോ, അപ്പം നമ്മളൊരു അടിപൊളി കുക്കർ സാമ്പാർ റെഡിയാക്കിയാലോ? നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളാണോ ഉള്ളത് അതും അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്തിട്ടാട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്ന പരിപ്പാട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളും കൂടെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പീസ് വെല്ലം, പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കടലപ്പൊടി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളം എടുത്തിട്ടുണ്ട്. കടലപ്പൊടി നിങ്ങൾ മറന്നു പോകാണ്ട് ചേർക്കണേ. നമ്മൾ സാമ്പാറിന് നല്ലൊരു കട്ടിയും കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടു, ഉലുവ, നല്ല ജീരകം, വറ്റൽമുളക് ഇത്രയും കാര്യങ്ങളൊന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ തീ നമ്മളെ സമയത്തൊന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമ്മളിത് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാ രുചികളും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക.